അല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനയിലുള്ള ഒരു നിലപാടിന്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന എല്ലാ പരിശോധനയുമായിട്ടും സഹകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വാഹനം മാത്രമല്ല പരിശോധിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെടുന്ന കെ രാധാകൃഷ്ണൻ എംപിയുടെ വാഹനം പരിശോധിച്ചിട്ടുണ്ടല്ലോ, ബിജുവിന്റെ വാഹനം പരിശോധിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ടവരോട് അപ്പം ഞങ്ങളാരും പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ആ അന്വേഷണവുമായിട്ട് സഹകരിക്കുക എന്നുള്ളതല്ലേ. അന്വേഷണവുമായിട്ട് സഹകരിക്കാതെ അന്വേഷണ നടപടിയെ തന്നെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് എന്തോ അതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളതാണ്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലപാടിനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ സാധാരണ നിലയിൽ സഹകരിച്ചു പോയ പോരെ. അങ്ങ് സഹകരിച്ചു പോയതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ എംപിയുടെ പരിശോധന നടന്നിട്ടുണ്ടല്ലോ. അന്നേരം എന്തേ വിവാദം ഉണ്ടായിട്ടുണ്ട്? ഇവരത് മാത്രം എന്താണ് വിവാദം? അത് മാത്രമല്ല, എനിക്കതിന്റെ ഒരു സോഷ്യൽ മീഡിയയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഇവിടെ ഈ പ്രശ്നമുണ്ടായ സമയത്ത് അതെല്ലാം പകർത്തി വന്നിട്ടുണ്ടല്ലോ. പകർത്തി വന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങളെ സർവീസിന് പാരിതോഷികം തരാം എന്ന നിലയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്താ എന്റെ അടിസ്ഥാനം? ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതല്ലേ? അതൊരു പക്വമായ നിലപാടാണോ? അതൊരു ശരിയായ നിലപാടാണോ? ഉദ്യോഗസ്ഥർ ഇലക്ഷൻ കമ്മീഷനാണ്, ഇപ്പൊ ഗവൺമെന്റ് അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പിന്റെ നിയന്ത്രണം. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ആ പരിശോധനയെ ന്യായീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതുപോലുള്ള പരിശോധനയുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് നിറവേറ്റേണ്ടത്. അതല്ലാതെ പരിശോധന നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തി അത് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് അത് ചേർന്നതല്ല. അതൊരു ഉചിതമായ നടപടിയല്ല. അതാണ് സാധാരണ നിലയിൽ ഇത്തരം ചില ആളുകൾ ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി. അതാണ്. ആ രീതിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ പരിശോധനയുമായിട്ടും സഹകരിക്കും. KPCC അധ്യക്ഷനൊക്കെ പറയുന്നത് സ്വാഭാവിക നടപടിയാണ്, അല്ലെ സ്വാഭാവിക പ്രതികരണമാണ് ഉണ്ടായത് എന്നതാണ്. അപമാനിക്കാൻ ശ്രമിക്കുന്നവരോട് ഒരു സ്വാഭാവിക പ്രതികരണമാണ് MLA യുടെ ഭാഗത്ത്. അല്ല, ആരാണ് അപമാനിക്കുന്നത്? അപമാനിക്കുന്നതെന്ന് പറയുന്നതിനല്ലേ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്, ഞാനൊരു MLA ആണ്. എന്റെ യാത്രയിൽ എന്റെ വാഹനം പരിശോധിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എതിർപ്പും തോന്നാറില്ല. എന്റെ വാഹനം, ഞാൻ യാത്ര ചെയ്ത വാഹനം മുമ്പും പരിശോധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ യാത്ര ചെയ്ത വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. നമ്മളൊന്നും വാഹനത്തിലൊന്നും ഉണ്ടാവാറില്ലല്ലോ. പിന്നെ പരിശോധിക്കാൻ എന്താ പ്രശ്നം? പരിശോധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ എന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗ് ഞാൻ തുറന്നു അടിച്ചു കൊടുക്കും. അതാണ് അതാണ് സാധാരണ. വേറെ ഒന്നും അതിന്റെ അകത്തൊന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ ഈ മാന്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഉചിതം. അതല്ല, സാധാരണ നിലയിൽ ഞങ്ങളൊക്കെ പലപ്പോഴും പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും വിധേയമായിട്ടുണ്ട്. അപ്പൊ ഒന്ന് നോക്കാനുള്ള ബാഗ് വരും. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ എന്റെ ബാഗ് ഞാൻ തന്നെയാ തുറന്നു കൊടുക്കുക. പ്രശ്നമല്ലല്ലേ നമുക്ക്. അതിനെന്തിനാ ഇങ്ങനെ ഒരു വ്യാഖ്യാനം നടത്തുന്നത്? അതൊരു അപമാനത്തിന്റെ പ്രശ്നമാണോ? അന്വേഷണ നടപടിയുമായിട്ട് സഹകരിക്കുക എന്നുള്ളതല്ലേ. MLA പിന്നെ അങ്ങനെയാണ് കെ രാധാകൃഷ്ണൻ എംപിന്റെ വാഹനം എങ്ങനെയാ പരിശോധിക്കുക? കെ രാധാകൃഷ്ണൻ എംപിയുടെ വാഹനം ഇതിനു മുമ്പല്ലേ പരിശോധിച്ചത്? കെ രാധാകൃഷ്ണന്റെ വാഹനം പരിശോധിച്ച സമയത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ആ അന്വേഷണവുമായിട്ട് സഹകരിക്കല്ലേ. നിങ്ങൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാർത്ത, ഞങ്ങൾ സ്റ്റേറ്റ്മെന്റോ എന്തെങ്കിലും പ്രശ്നങ്ങൾ LDFന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടോ അല്ലെങ്കിൽ CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്? ഇല്ലല്ലോ. അതാണത്. അല്ല, അതൊക്കെ നിങ്ങൾ പരിശോധിച്ചോളി. പല നാടകങ്ങളും ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ നാടകത്തിന്റെ ഭാഗമാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചോ. ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. മുഖ്യമന്ത്രി ഇന്നലെ ജമാഅത്തെ ഇസ്ലാമി വിഷയമൊക്കെ ശക്തമായി ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു വിവാദം വരുന്നത്. അജണ്ട മാറ്റിവിടാനുള്ള ശ്രമമാണോ? അല്ല, അതും അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിലൊന്നും തെറ്റില്ല. ഇവിടെ സ്വീകരിക്കുന്ന സമീപം ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ അത് കൈക്കൂലിയാണെന്ന് ആക്ഷേപിച്ചവരല്ലേ അവര്? അത് ശരിയാണോ? ഇപ്പൊ അവരെ വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്താ? ചർച്ചകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? എല്ലാം അവരാണ് കൊടുത്തത്, എല്ലാം നടപ്പിലാക്കിയത് അവരുടെ കാലത്താണ്. അങ്ങനെയാണെങ്കിൽ 600 രൂപ പിണറായി വിജയൻ ഗവൺമെന്റ് ആദ്യ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയല്ലേ പെൻഷൻ? ആ 600 രൂപ പെൻഷനിൽ അല്ല, 600 പെൻഷൻ. തെറ്റാണെന്നത്. അങ്ങനെയുള്ള ഈ കളവ് പറഞ്ഞിട്ട് എന്തിനാ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതൊരു യാഥാർത്ഥ്യമല്ലേ. നിങ്ങളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്ന പത്രപ്രവർത്തകരല്ലേ? നിങ്ങളതല്ലേ 2016 പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ 600 രൂപയാണ്.
ആ 600 രൂപയിൽ 100 രൂപയാണ് UDFന്റെ പങ്ക്. അതിനുശേഷമാണല്ലോ 1000 രൂപയും കൂടിയും വർദ്ധിപ്പിച്ചത്. അതിനവർക്ക് അവകാശ തർക്കം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. അവരുടെ കാലത്ത് 1200 രൂപ പെൻഷനാക്കില്ല. എന്തടിസ്ഥാനമാണ് ഇതിനുള്ളത്? എന്നിട്ട് ആർക്കാ കിട്ടിയത്? എവിടെയാണ്? അത് മാത്രമല്ല, 18 മാസം വരെ ഈ പാവപ്പെട്ട പെൻഷൻ കൊടുക്കാൻ ബാക്കി വെച്ചില്ല. അവർ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ അവരെപ്പോഴല്ല അധികാരത്തിൽ നിന്ന് മാറുന്നുണ്ട്, അന്നേരമൊക്കെ പെൻഷൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ നിലപാട്. അപ്പൊ ഇങ്ങനെയുള്ള നിലപാടിനെ വക്രീകരിച്ച് വസ്തുതാവിരുദ്ധമായിട്ട് പ്രചാരവേല നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് അവരുടെ UDF ക്യാമ്പിനകത്ത് തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ശരിയായ നിലയിൽ പരിശോധിക്കണം. വസ്തുത എന്താണെന്നുള്ളത് നിങ്ങൾ ജനങ്ങളോട് പറയണം. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്.